അബ്ദുൽ മുത്തലിബ് എന്നവർ നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു, വല്ലാതെ ദയയുള്ള ആളായിരുന്നു. മാത്രമല്ല, എന്ത് വിഷയം ഉണ്ടാവുകയാണെങ്കിലും തങ്ങളെ പരിഗണിക്കുമായിരുന്നു. സ്പെഷ്യലായ ഫുഡ് തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് അവിടുത്തെ രാജാവല്ലേ, മക്കയിലുള്ള രാജാവിൻ അവിടുത്തെ ഭരണാധികാരിയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാനുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ ഇരിപ്പിടം കഅബത്തിന്റെ അരികിൽ ഉണ്ടായിരുന്നു. ആ ഇരിപ്പിടത്തിലേക്ക് ഒരാളെയും കയറ്റാറില്ല. എന്നാൽ ഈ നിബിതങ്ങളാണെന്ന ചെറിയ കുട്ടി അങ്ങോട്ട് കയറി വരുമ്പോൾ ആര് തടയാൻ നിന്നാലും അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു, ദഊ ഇബ്നി, ആ എന്റെ കുട്ടിയെ വിട്ടേക്ക്. ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ആ കുട്ടി എന്തോ ഒരു ലക്ഷണം ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് അവരെ നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ യഥേഷ്ടം നിബിതങ്ങളെ ഇരുത്തുമായിരുന്നു. അങ്ങനെ സ്നേഹവാത്സല്യത്തോടുകൂടെയുള്ള ആ പെരുമാറ്റം തങ്ങൾ അത്യാകൃഷ്ടനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് പ്രായം ഇപ്പോൾ 8 തികഞ്ഞു. ആ ഒരു സമയം മഹാനരാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവരും വിട പറയുകയാണ്. തങ്ങളുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിരുന്ന ഉമ്മ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബും വിട പറഞ്ഞപ്പോ തങ്ങൾക്ക് എന്തും സഹിക്കാൻ കഴിയാണ്ടായി. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ ഉപ്പമാരില്ലാത്ത കുട്ടികൾ, അവരല്ലെങ്കിൽ ഉമ്മമാര് നാടുവിട്ട അല്ലെങ്കിൽ ഉമ്മമാരില്ലാത്ത മക്കൾ, അവരുടെ മനസ്സ് എത്ര കണ്ട് വേദനിക്കും. അതുകൊണ്ടല്ലേ തങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു യത്തീമിനെ വേദനിപ്പിച്ചു പോകരുത്, ഒരു യത്തീമിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ താലോലിക്കരുത് എന്നുവരെ പഠിപ്പിച്ച നേതാവല്ലേ തങ്ങൾ. ആ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ വഫാത്തായ സമയം അവിടുന്ന് തങ്ങൾ അവിടുത്തെ കട്ടിലിന്റെ വേക്കിൽ പോയിട്ട് തങ്ങൾ അങ്ങനെ കരയുമായിരുന്നു.